പിടിച്ചുകുലുക്കിയ സംഭവ വികാസങ്ങളിലൊന്നാണ് പീഡനക്കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉണ്ടായ ആരോപണങ്ങൾ. പാലക്കാട് ജില്ലയിലെ കണ്ണാടിയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കായി എത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹം അപ്രത്യക്ഷനായത്. ഒരു ജനപ്രതിനിധി ഇത്തരത്തിൽ ഒളിവിൽ പോകുന്നത് സംസ്ഥാനത്ത് ഭരണപരമായും രാഷ്ട്രീയപരമായും വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നുണ്ട്. പരാതിക്കാരി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് വിഷയം ധരിപ്പിച്ചെന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്രത്യക്ഷനായത് എന്നത് കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുമുണ്ട്. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വിഷയം എത്തിച്ചതോടെ കേസിൽ പോലീസ് നടപടികൾ കൂടുതൽ ശക്തമാകുമെന്ന സാഹചര്യം വന്ന ഉടൻ MLA ഒളിവിൽ പോകാൻ തീരുമാനിച്ചു എന്നാണ് അനുമാനം. ഈ രാഷ്ട്രീയ സമ്മർദ്ദമാകാം അദ്ദേഹത്തെ പെട്ടെന്ന് അപ്രത്യക്ഷനാകാൻ പ്രേരിപ്പിച്ചത്. കണ്ണാടിയിൽ വെച്ച് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനം മാറി മറ്റേതോ വാഹനത്തിൽ രക്ഷപ്പെട്ടുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഈ കടന്നുകയറ്റം കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന ഒന്നാണെന്നും അതിന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെയോ രാഷ്ട്രീയ സഹായം ലഭിക്കുന്ന മറ്റ് വ്യക്തികളുടെയോ സഹായം ലഭിച്ചിരിക്കാമെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കണ്ടെത്താനുള്ള പോലീസ് അന്വേഷണത്തിൽ നിർണായകമായ വഴിത്തിരിവുണ്ടാക്കിയത് കണ്ണാടിയിലെ CCTV ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചതിൽ നിന്നാണ് അദ്ദേഹം ഒരു ചുവന്ന പോളോ കാറിൽ കയറി യാത്ര തിരിച്ചതായി കണ്ടെത്തിയത്. ഈ കാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിനെ ഞെട്ടിക്കുന്നതായിരുന്നു. കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ വാഹനം സംസ്ഥാനത്തെ പ്രശസ്തനായ ഒരു സിനിമാ താരത്തിന്റെ പേരിലുള്ളതാണെന്ന സൂചന പോലീസിന് ലഭിച്ചു. ഒരു MLA ഒരു സാധാരണ കേസിൽ പ്രതിയായി ഒളിവിൽ പോകുമ്പോൾ ഒരു സിനിമാ താരത്തിന്റെ കാർ ഉപയോഗിച്ചുവെന്ന വിവരം കേസിന് കൂടുതൽ ഗ്ലാമർ നൽകുകയും പൊതുജന ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തു. ഈ സിനിമാ താരത്തിന് MLA-യുമായി അടുത്ത ബന്ധമുണ്ടോ, ഒളിവിൽ പോകാൻ സഹായിക്കുന്നതിൽ താരത്തിന് പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലീസ് നിലവിൽ അന്വേഷിക്കുന്നുണ്ട്. പോളോ കാർ ഉപയോഗിച്ച് കണ്ണാടിയിൽ നിന്നും യാത്ര തിരിച്ച MLA പിന്നീട് വഴിയിൽ വെച്ച് വാഹനം മാറിയോ എന്ന കാര്യത്തിൽ പോലീസിന് ഇതുവരെ വ്യക്തത ലഭിച്ചിട്ടില്ല. വാഹനം മാറിയെങ്കിൽ അത് ഏത് സ്ഥലത്ത് വെച്ചാണ്, അടുത്തതായി ഏത് വാഹനമാണ് ഉപയോഗിച്ചത്, ആരാണ് ആ വാഹനം ഏർപ്പാടാക്കിയത് എന്നുള്ള കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത്. ഈ വാഹനമാറ്റം ഒരു റെഡ് ഹെയറിംഗ് തന്ത്രമായിരിക്കാം എന്നും പോലീസ് കരുതുന്നുണ്ട്. അതായത് പോലീസിന്റെ ശ്രദ്ധ വഴിതിരിച്ചു വിടാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്ത നീക്കമാകാം ഇത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല, ഈ കേസിൽ പ്രതിയായ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്ത് ജോബിയും ഒളിവിലാണെന്നാണ് വിവരം. ഇരുവരും ഒന്നിച്ചാണോ ഒളിവിൽ പോയത്, അതോ വെവ്വേറെ വഴികളിലൂടെ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ എന്ന കാര്യവും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. ജോബിയുടെ സഹായം രാഹുലിന് ഒളിവിൽ തുടരാൻ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ സഹായം ഏത് തരത്തിലുള്ളതാണ് എന്നും പോലീസ് വിലയിരുത്തുന്നുണ്ട്. ഇരുവരുടെയും ഒളിവ് കേസിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ തെളിവുകൾ നശിപ്പിക്കാനും മൊഴികളിൽ സ്വാധീനം ചെലുത്താനും സാധ്യതയുണ്ടെന്ന് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത് കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ പ്രതികൂലമായി ബാധിച്ചേക്കാം. MLA തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് കടന്നതായി പോലീസിന് നേരത്തെ സൂചനകൾ ലഭിച്ചിരുന്നു. കേരള തമിഴ്നാട് അതിർത്തികളിലെ റോഡുകളിലെല്ലാം പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. കോയമ്പത്തൂരിലെ രാഹുലുമായി ബന്ധമുള്ളവരുടെ താമസ സ്ഥലങ്ങളിലും ഹോട്ടലുകളിലുമെല്ലാം ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തി വരുന്നുണ്ട്. സംസ്ഥാനത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചത് കേസിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് സേനയുടെ സഹായം തേടിയാണ് നിലവിൽ അന്വേഷണം മുന്നോട്ടു പോകുന്നത്. ഒളിവിൽ കഴിയുന്ന MLA-യെ സഹായിക്കാൻ സാധ്യതയുള്ള എല്ലാ വ്യക്തികളെയും പോലീസ് നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. രാഹുലിന്റെ അടുത്ത സുഹൃത്തുക്കളുടെ വീടുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് പരിശോധന നടത്തുകയുമുണ്ടായി. കൂടാതെ ഇവരുടെ എല്ലാം ഫോൺ വിളി രേഖകൾ ക്രൈംബ്രാഞ്ചിന്റെ കർശന നിരീക്ഷണത്തിലാണ്. ഈ രേഖകൾ വിശകലനം ചെയ്യുന്നതിലൂടെ ഒളിവിൽ പോകുന്നതിന് തൊട്ടു മുമ്പുള്ള ആശയവിനിമയങ്ങളും ഒളിവിൽ പോയ ശേഷം അദ്ദേഹത്തെ സഹായിക്കാൻ ശ്രമിക്കുന്നവരെയും കണ്ടെത്താൻ സാധിക്കും. സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ ഫോൺ ടവറുകളുടെ ലൊക്കേഷൻ വിവരങ്ങൾ പരിശോധിച്ച് രാഹുലിന്റെ സഞ്ചാരപാത കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഒരു MLA ലൈംഗിക പീഡന കേസിൽ പ്രതിയായി ഒളിവിൽ പോയ സംഭവം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭരണപക്ഷം ഈ വിഷയം ആയുധമാക്കി പ്രതിപക്ഷത്തിനെതിരെ ശക്തമായ വിമർശനവും ഉയർത്തുന്നുണ്ട്. ജനപ്രതിനിധികൾ പാലിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്തത്തെക്കുറിച്ചും നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നുമുള്ള തത്വങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾ സജീവമായി. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കീഴടങ്ങിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിയമപരമായ പ്രതിരോധത്തെ അത് ദോഷകരമായി ബാധിക്കും. കൂടാതെ ജനപ്രതിനിധി എന്ന നിലയിലുള്ള വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. പോലീസ് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമത്തിലുമാണ്.